ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗ്രിൽഡ് ചിക്കൻ റെസിപ്പിയാണ്, ഒരു ലഞ്ച് റെസിപ്പിയാണ്. അതിൻ്റെ കൂടെ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസും സ്റ്റിർ ഫ്രൈഡ് വെജീസും ഒരു ഗ്രീൻ സാലഡുമായിട്ടാണ് നമ്മളിത് കഴിക്കുന്നത്. അപ്പോൾ മസാല നമുക്ക് പ്രിപ്പയർ ചെയ്യണം. ആദ്യം തന്നെ നമ്മുടെ ചിക്കനിലോട്ട് ആവശ്യമായ ഒരു ഇന്ത്യൻ മസാലയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളകിൻ്റെ പൊടി, പെരിഞ്ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, റെഡ് ചില്ലി പൗഡർ, ഇത്രയും കുറച്ച് ഉപ്പും ഓയിലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 20 to 30 മിനിറ്റ്സ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ മസാല നന്നായിട്ട് പിടിക്കും. അതിനുശേഷം നമ്മളിത് എയർ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. എയർ ഫ്രയർ ഇല്ലെങ്കിൽ നമുക്കിത് പാനിൽ വെച്ചിട്ട് ഫ്രൈയിങ് പാനിൽ വെച്ച് തിരിച്ചും മറിച്ചിട്ട് ഗ്രില്ല് ചെയ്ത് എടുത്താലും മതി. എയർ ഫ്രയറിലാണെങ്കിൽ നമ്മൾ 180 to 200 ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് വെക്കേണ്ടത്. ഒരു 40 മിനിറ്റ്സ് വേണം കുക്കിംഗ് ടൈം. ഒരു 30 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് ഇത് ആദ്യം ഒരു 30 മിനിറ്റ്സിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് അടുത്ത സൈഡിലോട്ട് ഇട്ടിട്ട് ഒരു 10 to 20 മിനിറ്റ്സും കൂടെ കുക്ക് ചെയ്യാം നമുക്ക് ആവശ്യമെങ്കിൽ. ആ സമയത്ത് നമ്മൾ കുറച്ച് റെഡ് ക്യാപ്സിക്കം കൂടി ഇതിലിടുന്നുണ്ട്. ക്യാപ്സിക്കത്തിന് വേവ് കുറവാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ചെയ്യുന്നുണ്ട്. അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ നമ്മൾ ഒരു 30 മിനിറ്റ്സ് കുറച്ച് തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അത് ഉണങ്ങാനായിട്ട് ടിഷ്യൂ പേപ്പറിൽ ഇട്ടിരിക്കുകയാണ് കാണുന്നത്. അതിനുശേഷം നമുക്ക് എണ്ണയിൽ വറുത്ത് കോരുകയോ അല്ലെങ്കിൽ എയർ ഫ്രൈ ചെയ്യുകയോ ചെയ്യാം. ആ സമയത്ത് നമ്മൾ കുറച്ച് കോൺഫ്ലോറും ഉപ്പും നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച ശേഷം കുറച്ച് ഓയിലും കൂടെ മിക്സ് ചെയ്തതിന് ശേഷമാണ് എയർ ഫ്രൈ ചെയ്യുന്നത്. ഒരു 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ. ഇത് നമ്മൾ വെജിറ്റബിൾസ് ബോയിൽ ചെയ്യുന്നത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെജ് സ്റ്റിർ ഫ്രൈഡ് റെസിപ്പി നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതൊരു ക്യാബേജ് സാലഡാണ്. നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന കാന്താരിമുളകാണ് ഇതിലിട്ട് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവിന് ആവശ്യമായ കാന്താരിമുളക് എടുക്കുക. അതിനോടൊപ്പം ഇതിൻ്റെ കുറച്ച് വാട്ടറും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുമ്പം നമുക്ക് നല്ല അറബിക് ടേസ്റ്റിലുള്ള ഒരു സാലഡ് കിട്ടും. ചിക്കൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണിത്. അപ്പോൾ ഫൈനലി നമ്മുടെ ലഞ്ച് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് റെഡിയായത് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ വിത്ത് റെഡ് ക്യാപ്സിക്കം, ക്യൂക്കംബർ, ഫ്രഞ്ച് ഫ്രൈസ്, ബ്രോക്കോളി ആൻഡ് ഫ്രഞ്ച് ബീൻസ്, സ്റ്റിർ ഫ്രൈഡ് ഇൻ ബട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ശേഷം നിങ്ങളുടെ കമൻറ്റ്സ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയൂ. പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.